2 ദിനവൃത്താന്തം 36 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്നു അവനെ അപ്പന് പകരം യെരൂശലേമിൽ രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരൂശലേമിൽ വാണു. മിസ്രയീം രാജാവ് അവനെ യെരൂശലേമിൽ വെച്ചു പിഴുക്കി ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നു പിഴ കൽപ്പിച്ചു. മിസ്രയീം രാജാവ് അവന്റെ സഹോദരനായ എല്യാക്കീമിനെ യഹൂദയ്ക്കും യെരൂശലേമിനും രാജാവാക്കി. അവന്റെ പേർ യഹോയാക്കീം എന്ന് മാറ്റി. അവന്റെ സഹോദരനായ യഹോവാഹാസിനെ നേഖോ പിടിച്ച് മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 7 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവന്റെ നേരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്നു അവനെ ചങ്ങലയിട്ടു ബാബേലിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. യഹോയാക്കീമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേച്ഛതകളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ മകനായ യഹോയാഖീൻ അവന് പകരം രാജാവായി. യഹോയാഖീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും യെരൂശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ പിറ്റേയാണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ആളയച്ചു അവനെയും യഹോവയുടെ ആലയത്തിലെ മനോഹരമായ ഉപകരണങ്ങളെയും ബാബേലിലേക്ക് വരുത്തി. അവന്റെ സഹോദരനായ സിദെക്കീയാവെ യഹൂദയ്ക്കും യെരൂശലേമിനും രാജാവാക്കി. സിദെക്കീയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച് യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവന്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവന്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവാലയം ചുട്ടു, യെരൂശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിനും ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബ്ബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബ്ബത്ത് അനുഭവിച്ചു. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ, സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ.